ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എനിക്ക് കിട്ടിയ മീൻ എന്താണെന്ന് നോക്കണേ. ഇതാ നല്ല മുത്തുമണി പോലത്തെ നെത്തൊരു മീനാണേ. അതാ കണ്ട എങ്ങനെ ഇരിക്കണം നോക്കണേ. നല്ല അടിപൊളിയായിരിക്കുന്നുണ്ട് മീൻ. കണ്ട നല്ല രസമുണ്ടല്ലോ. ഇന്നലെ ചൂര മീനല്ലേ വാങ്ങിച്ചത്. ഇന്നലത്തെ ചൂര നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചൂര മീൻ നല്ല ടേസ്റ്റായിരുന്നു. കിഴങ്ങൊക്കെ വെച്ച് കഴിച്ചപ്പോഴേ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് പോയപ്പോൾ നല്ല നെത്തോലി മീൻ. കാരണം നെത്തോലി മീൻ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. നല്ല ടേസ്റ്റാണ്. ഇതാ കണ്ട, അയ്യോ നല്ല ഫ്രഷാണ്. ഇതൊക്കെ കഴുകാൻ കൂടെ തോന്നില്ല, അത്രയ്ക്ക് നല്ല ഒരു ഭംഗി കാണാനേ. നല്ല എങ്ങനെ ഇരിക്കണം നോക്കണേ മീൻ. നല്ല വലിയ നെത്തോലി കണ്ട, ഒരു നെത്തോലിയുടെ വലുപ്പം കണ്ട, അടിപൊളിയാണേ. അപ്പോൾ അതുപോലെ ഇന്ന് ഞാനേ പൂച്ചയ്ക്ക് വാങ്ങുമ്പോഴത്തേക്ക് നല്ല ഫ്രഷ് നോക്കി വാങ്ങില്ല. കാരണം ഫ്രഷ് വാങ്ങിച്ചാലേ 5-6 കിട്ടുള്ളൂ. പൂച്ചയ്ക്കാണെങ്കിൽ തികയില്ല. അപ്പോൾ ഞാനിന്ന് പോയപ്പോഴത്തേക്ക് ഫ്രഷായിട്ടുള്ള മീൻ, ഒരുമാതിരിപ്പെട്ട മീനൊന്നും ഇല്ല. ഉണ്ടായിരുന്നാലും അത് കുറച്ചാണ് അവർ കൊടുക്കുന്നത്. നമ്മൾ 50 രൂപയ്ക്ക് വാങ്ങുമ്പോഴേ നമ്മൾ പാത്തൂന് വാങ്ങിച്ചതാണേ. ഇത് 30 രൂപയാണേ. നോക്കണേ എന്ത് നല്ല മീനെന്ന് നോക്കണേ. ഇത് മുരളാണ് കണ്ട, അടിപൊളിയായിരിക്കുന്നില്ലേ മീൻ. ഇതാ ഇത് നമ്മൾ പാത്തൂനും മിയാകും കൂടെ ചേർന്ന് വാങ്ങിച്ചതാണ്. ഇന്നത്തേക്ക് നല്ല ഫ്രഷായിരിക്കുന്നത് കണ്ട. ഇതൊക്കെ വെച്ച് നമ്മൾ കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പാത്തൂനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ മീൻ പാത്തൂന് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചല്ലോ, വേറെ ഒരുമാതിരി കുറച്ച് അയ്യമായിട്ടെല്ലാം ഉള്ളത് കേട്ടാലും തരില്ല. കാരണം 2-3 എണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ട് 50 രൂപയെന്ന് പറയുന്നത് കൊഴിയാള മീനൊക്കെ. അതിനേക്കാളും ഇതല്ലേ കൊള്ളാം 30 രൂപയ്ക്ക് വാങ്ങിച്ചതേ. കണ്ട, ഇതാണ് ഇന്ന് ഇത് പാത്തൂനും മിയാക്കും ഇത് നമുക്കുള്ള മീനാണ്. നെത്തോലി മീൻ 50 രൂപയാണ്. ബൈ ഫ്രണ്ട്സ്.